ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യം കണ്ടത് നിങ്ങൾ കറിവേപ്പിലയാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ ഹെയർ പാക്ക്. അപ്പോൾ ബേബിയുടെ മുടി ഇതാ തുമ്പൊക്കെ വെട്ടിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മുടിയൊക്കെ ഒന്ന് വേറെടുക്കാൻ വേണ്ടി അവളോട് ഞാൻ പുറത്ത് നിൽക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അമ്മ അതാ കറിവേപ്പില പൊട്ടിക്കുന്നുണ്ട്. കറിവേപ്പില ഏറ്റവും ഔഷധ ഗുണമുള്ള ഒന്നാണെന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ മുകളിലായ കാരണം പൊട്ടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു കുറച്ച് കറിവേപ്പിലയുടെ ആവശ്യമുണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ പൊട്ടിച്ചിരുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ കറിവേപ്പില, അതുപോലെ തന്നെ പിന്നെ വേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ ഉലുവ. ഈ രണ്ട് സാധനങ്ങളാണ് നമുക്ക് വേണ്ടു. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇത്ര മതി ചോദിച്ചു. ഞാൻ പറഞ്ഞു അത്രയൊക്കെ മതി, അതന്നെ ധാരാളമാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ബേബിയോട് പറയുന്നു ഇത് നന്നായി കഴുകണം, കഴുകിയിട്ട് വേണം നമുക്കത് യൂസ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ അവളുടെ മുടി വേറെടുത്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായി വേറെടുത്തു, ജടയൊക്കെ കളഞ്ഞു കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നേ തന്നെ എണ്ണയൊക്കെ തേച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ഒന്ന് എണ്ണ തേക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എന്നാൽ ഹെയർ പാക്ക് ഇടാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ടിപ്പ് എന്താന്ന്. അപ്പോൾ ഒരു ടിപ്പാണത് കേട്ടോ. ഒരുപാട് ടിപ്പുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ ഈ ഉലുവ എടുത്ത് വെച്ചു. അതുപോലെ തന്നെ കറിവേപ്പില നന്നായി കഴുകി വെച്ചു കേട്ടോ. കഴുകിയിട്ട് നുള്ളിയിട്ടിട്ടൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഇടാം. ഇത് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും കേട്ടോ ഈ ടിപ്പ്. അപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ നമ്മുടെ ഉലുവ ശരിക്കും ഇത്രയൊന്നും വേണ്ട കേട്ടോ. ഞാനെന്നാൽ 2 ദിവസത്തേക്ക് ആയിക്കോട്ടെ വെച്ചിട്ട് എടുത്തതാണ്. ഉലുവ ഒരു പാത്രത്തിൽ കുറച്ച് ഇടുക. അതുപോലെ തന്നെ കറിവേപ്പിലയും ഇടുക. കൂട്ടത്തിൽ വെള്ളം ഒഴിക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിക്കുക. വേണമെങ്കിൽ 1 ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് ഒഴിക്കാം, അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നന്നായി തിളപ്പിക്കുക. ആ കളറ് മാറി വരുമല്ലോ, ഉലുവയും കറിവേപ്പിലയും ഒക്കെ അതിൽ കിടന്നിട്ട് മിക്സായി കളറ് മാറി വരുന്ന ഒരു പാകമാവും. ആ പാകം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇതിലുണ്ട്. അപ്പോൾ ആ പാകമാവുമ്പോൾ നിങ്ങൾ അത് അരിച്ചെടുക്കുക കേട്ടോ. അതാ ഞാൻ 5 മിനിറ്റ്, ഒരു 10 മിനിറ്റോളം തിളപ്പിച്ചു കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണെങ്കിൽ അത് 1 ഗ്ലാസ്സിലേക്ക് ആക്കുക, അങ്ങനെ രീതിയിൽ തിളപ്പിക്കുക. അപ്പോൾ അതാ നമ്മുടെ ഹെയർ പാക്ക് ഇതാ കളറ് മാറി വരുന്നുണ്ട് കേട്ടോ. ഈ ഉലുവ എന്ന് പറയുന്നത് വളരെ ഉത്തമമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഹെയറിന്. ഉലുവ അരച്ചു തേക്കണവരുണ്ട് കേട്ടോ. തലേ ദിവസം കുതിർത്തിട്ട് അരച്ച് തേക്കണവരുണ്ട്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തേക്കാം. ഇതാണ് കേട്ടോ ഉലുവ വെള്ളം. ഉലുവയും കറിവേപ്പിലയും കൂടിയിട്ട് മിക്സ് ചെയ്തത് അരിച്ചെടുത്താണ് കേട്ടോ. തണുത്തിട്ട് വേണം കേട്ടോ തലയിൽ തേക്കാൻ. പിന്നെ അവൾ ഡെയിലി തേക്കാറുള്ള എണ്ണ ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ഇൻസ്റ്റയിൽ കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഞാൻ പറയണേ, ഇത് തേച്ചുകൊണ്ട് മുടി വളരുമെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. അവൾക്ക് ഇതാണ് തേക്കുന്നത്. പക്ഷെ നല്ലതാണ്, കാരണം ആയുർവേദത്തിൻ്റെ ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ അടുക്കളയിൽ പണിയാണ്, ട്രൈപോഡ് വെച്ചിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഈ ട്രൈപോഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ലൊരു സാധനമാണേ. ഞാൻ അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ ട്രൈപോഡ് വെച്ചിട്ട് ഞാൻ ആദ്യം ഷൂട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ എന്നെ എണ്ണ അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ ഞാൻ വരാം, അമ്മ എന്തോ കടയിൽ പോകാൻ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുടിയൊക്കെ നന്നായി വേറെടുക്കുക കേട്ടോ. ജടയൊക്കെ കളയുക. എന്നിട്ട് നമ്മൾ തേക്കുന്ന എണ്ണ ഏതാണോ അത് തലയിൽ നന്നായി തേച്ച് കൊടുക്കുക കേട്ടോ. നല്ലോണം തേച്ച് കൊടുക്കണമെന്നൊന്നും ഞാൻ പറയണില്ല. കുറച്ച് അത്യാവശ്യമൊക്കെ മുടി ഒരു ഓയിൽ ബാത്ത് ചെയ്യുന്ന ടൈം ആകുമ്പോൾ നമ്മൾ അറിയാമല്ലോ എത്ര എണ്ണ തേക്കണമെന്ന് ഓരോ മുടിക്ക് നമുക്കറിയാമല്ലോ. കൂടുതൽ ഈ നെറുകയിൽ മണ്ടയിലൊക്കെ കൂടുതൽ തേക്കുക, പിന്നെ തുമ്പത്തൊക്കെ കൂടുതൽ തേക്കുക കേട്ടോ. അവളുടെ മുടി ഇപ്പോൾ ഇടയ്ക്കൊക്കെ പൊട്ടി പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ 2 മാസം പുറത്ത് അവിടെ ഇവിടെയൊക്കെ വെള്ളം മാറി യൂസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതാണ് ഇപ്പോൾ കൂടുതൽ സ്കൂൾ തുറക്കണതിൻ്റെ മുന്നേ ഇനി ഹെയർ പാക്ക് ചെയ്യാമെന്ന് വിചാരിക്കണത്. അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഹെയർ പാക്കൊക്കെ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ എത്തണം. ശനിയാഴ്ച ഇനി ഇവർ 6ാം ക്ലാസ്സിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ ശനിയാഴ്ചയും ക്ലാസ് ഉണ്ട്. 5 വരെ അവർക്ക് ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് അമ്മ വന്നിട്ട് എണ്ണ തേച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ സുഖമായി. അമ്മേനെ എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. അതാണ് നമ്മൾ ട്രൈപോഡിൻ്റെ സഹായം ചെയ്യുന്നത്. ഒരുപാട് പേര് ട്രൈപോഡ് വെച്ചിട്ടായിരിക്കുമല്ലോ കൂടുതൽ ഒറ്റയ്ക്കുള്ളവരൊക്കെ വീഡിയോസ് ചെയ്യുക. പക്ഷേ എനിക്കിങ്ങനെ ഈ ട്രൈപോഡ് വെച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യണത് അത്ര അങ്ങോട്ട് സെറ്റായിട്ടില്ല കേട്ടോ. ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എടുക്കുക എന്നല്ലാതെ അല്ലാണ്ട് ഒന്നും അങ്ങനെ ട്രൈപോഡ് വെച്ചിട്ട് ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങളിങ്ങനെ ഈ സെൽഫി വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ട്രൈപോഡ് യൂസ് ചെയ്യാറ്. അപ്പോൾ അമ്മ നന്നായി മുടിയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്തു കേട്ടോ. ഈ ചെമ്പരത്തിയാതി എണ്ണ നല്ലതാണ് കേട്ടോ തലയ്ക്ക് തേക്കാൻ. അതുപോലെ തന്നെ കാച്ചിയ വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ആരൊക്കെ കമൻറ്റ് ചെയ്തായിരുന്നു ഈ മുടിയിൽ ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ മുടി നന്നായി വളരുമോ എന്ന്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എനിക്കിപ്പോൾ പറയാറില്ല വളരുമോ എന്നൊന്നും. കാരണം ഓരോരുത്തരുടെ ഹെയർ ടൈപ്പ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. ഓരോന്ന് നിങ്ങൾ ഹെയറിൽ പരീക്ഷിച്ച്
പരീക്ഷിച്ച് നോക്കി നോക്കുക. ഹെയറിന് കേടുപാട് വരാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾ നോക്കി നോക്കൂ. താരം വരാതിരിക്കാനും മുടി പൊട്ടിപ്പോകാതിരിക്കാനും മുടി തഴച്ച് വരാനും ഒക്കെ പറ്റുന്നത് ഒരുപാടുണ്ടല്ലോ. അങ്ങനത്തെയൊക്കെ നിങ്ങൾ നോക്കി നോക്കുക ഓരോ ടിപ്പായിട്ട്. പിന്നെ ഈ എണ്ണ ഉണ്ടല്ലോ, ഈ ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏത് വെളിച്ചെണ്ണയാണെങ്കിലും നിങ്ങൾക്ക് ചൂടാക്കിയിട്ട് ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ട് തലയിൽ തേക്കാം കേട്ടോ. അത് വളരെയധികം തലയോട്ടിക്കും മുടിക്കൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് തേച്ചോളൂ എന്ന് പറഞ്ഞു കേട്ടോ അമ്മോട്. അപ്പോൾ അങ്ങനെയാണ് തേച്ച് കൊടുത്തത്. ചൂടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. നിങ്ങളിനി ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളിങ്ങനെ എണ്ണയൊക്കെ തേക്കുമ്പോൾ ചെറിയ ചൂടിൽ ഒന്ന് എണ്ണ ചൂടാക്കിയിട്ട് ഒന്ന് തലയിൽ തേച്ച് കൊടുക്കും കേട്ടോ. വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ഇനി അങ്ങനത്തെ ഒരു ടിപ്പ് ഞാൻ സ്വയം പരീക്ഷിക്കണം എന്ന് വിചാരിക്കേണ്ട. നമ്മൾ സ്വയം ഒന്നും ചെയ്യില്ല, മറ്റുള്ളവർക്കായിരിക്കും നമ്മൾ ചെയ്യാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ അവളുടെ മുടി ഞങ്ങളിപ്പോൾ അതാണ് സംരക്ഷിക്കുന്നത്. പിന്നെ മുടി വെട്ടിയല്ലോ, തുമ്പ് വെട്ടി, ഇനിയൊന്നും വെട്ടണില്ല കേട്ടോ. ആരോ പറഞ്ഞു കുട്ടിയുടെ മുടി എന്താ പറയുക പകുതിക്ക് വെച്ചിട്ട് വെട്ടാൻ. പകുതിക്ക് വെച്ചിട്ടൊന്നും വെട്ടില്ല കേട്ടോ, അതാരും വിചാരിക്കണ്ട. ഇപ്പോഴൊന്നും അങ്ങനെ വെട്ടില്ല. ഇങ്ങനെ തന്നെ അവളുടെ മുടി ഞങ്ങൾ വളർത്തിക്കൊണ്ട് പോകുന്നു. അവൾക്ക് അത് തന്നെയാണ് ഇഷ്ടം. അങ്ങനെ ആ എണ്ണ തേച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഇരിക്കുക കേട്ടോ. അമ്മ മുടി ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഉലുവടിയും അതുപോലെ തന്നെ കറിവേപ്പിലയും മിക്സ് ചെയ്തിട്ട് അരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അത് നന്നായി തലയിൽ മൊത്തം മിക്സ് ചെയ്യുക കേട്ടോ. എല്ലാ ഭാഗത്തും നന്നായി മിക്സ് ചെയ്യുക. ശരിക്കും ഒരു സ്പ്രേ ബോട്ടിലുണ്ടല്ലോ, അങ്ങനെ പ്രസ് ചെയ്യണ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അതാണെങ്കിൽ ഇങ്ങനെ വെറുതെ നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, അതാണ് ഏറ്റവും നല്ലത്. ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ, ഇങ്ങനെ തേച്ച് കൊടുക്കുക എന്ന് പറയണത്. അപ്പോൾ വെള്ളം പോലെ അല്ലേ, അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ ഡ്രസ്സിലും ഒക്കെ ആവുമ്പോൾ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞവളോട് കുറച്ച് നീങ്ങി നിന്നോ, എനിക്ക് മുടി കിട്ടണില്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ കുറച്ച് നീങ്ങി നിന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തോർത്തുമുണ്ട് എന്തെങ്കിലും ഫ്രണ്ടിൽ ഇടാം കേട്ടോ, എൻ്റെ ഡ്രസ്സിലാവാതിരിക്കാൻ. ഇതിങ്ങനെ കൊഴുന്നനല്ലല്ലോ, വെള്ളം പോലെയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ ടിപ്പ് ഉപയോഗിക്കൂ കേട്ടോ. സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ മുടിയിൽ ഇത് ചെയ്യാൻ, അതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ വല്ല കുപ്പിയിൽ ഇങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ, അതായിരിക്കും ബെറ്റർ. അപ്പോൾ ഈ ഉലുവ ഇതുപോലെ ഇങ്ങനെ തേക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം ഉലുവ കുതിർത്തിയിട്ട് രാവിലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അരച്ചിട്ടും മുടിയിൽ തേക്കാം. ഇത് ഡെയിലി ഒന്നും നിങ്ങൾ തേക്കേണ്ട, ആഴ്ചയിൽ ഒരു 2 ദിവസം തേച്ചാൽ മതി കേട്ടോ. ഡെയിലി തേക്കുന്ന ഒന്നും നല്ലതല്ല, ആഴ്ചയിലാണ് കൂടുതൽ നല്ലത്. പിന്നെ ഹെയർ വാഷ് ഡെയിലി വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 3-4 ദിവസമോ 5 ദിവസമോ അങ്ങനെയൊക്കെ മതി കേട്ടോ, ഇടവിട്ടിട്ടോ അങ്ങനെയാണെങ്കിൽ മതി. ഇനി സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അവളുടെ ഹെയർ വാഷ്. കാരണം സ്കൂൾ വിട്ട് വന്നിട്ടായിരിക്കും ചിലപ്പോൾ കുളിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ശനി ഞായർ അതുമാതിരി വെള്ളിയാഴ്ച ആ ടൈമിലൊക്കെ ആയിരിക്കും കേട്ടോ അവളുടെ ഹെയർ വാഷ് ഉണ്ടായിരിക്കുക. പിന്നെ ഡെയിലി ഷാമ്പു ഇടൊന്നുമില്ല, ബേബി ഷാമ്പു ആണ് പിന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷാമ്പു ഇട്ടിട്ട് കഴുകി കളയാം കേട്ടോ. ചളിയൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ, കാരണം ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായല്ലോ. അപ്പോൾ മുടിയൊക്കെ നല്ല ക്ലീൻ ആക്കണം കേട്ടോ. പേന അങ്ങനത്തെ സംഭവങ്ങളൊന്നും പാടില്ല. അപ്പോൾ അവളുടെ തലയൊക്കെ ഫുള്ള് ക്ലീനാക്കി കൊടുക്കും. അപ്പോൾ അമ്മത തലമുടി മുന്നിക്ക് ഇട്ടിട്ടും ആ ഹെയർ പാക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എല്ലാവരുടെയും എത്തണ രീതിയിൽ ഹെയർ പാക്കൊക്കെ നന്നായി ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് തണുത്തിട്ട് 2 ദിവസമൊക്കെ വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ചിട്ട് അത്ര അറിയില്ല കേട്ടോ. നമ്മൾ അപ്പോൾ വേണ്ടത് ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം വേണമെങ്കിൽ അങ്ങനെ വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ പുറത്ത് വെച്ച കേട് വരുമോ ചോദിച്ചാൽ ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല, ചിലപ്പോൾ കേട് വരായിരിക്കാം കേട്ടോ. അപ്പോൾ അമ്മ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു, മുകളിലേക്ക് കെട്ടിക്കൊടുത്തു കേട്ടോ. അപ്പോൾ അവളുടെ മുഖത്തൊക്കെ ആയി. അപ്പോൾ അമ്മ പറഞ്ഞു അവളോട് കഴുകാൻ. അപ്പോൾ ഈ ഷാമ്പു കേട്ടോ ഞങ്ങൾ യൂസ് ചെയ്യണത്, ലവ് ലാപ്പിൻ്റെ ബേബി ഷാമ്പു ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അവൾക്കാണെങ്കിലും വേദുവിനാണെങ്കിലും. അതങ്ങോട്ട് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് നേരം വെച്ചിട്ട് പിന്നെ കഴുകി കളയാം കേട്ടോ. പിന്നെ അത് കഴുകി കളഞ്ഞിട്ടുള്ള ഒരു ടെക്സ്ചറാണ് നിങ്ങൾ ഈ കാണുന്നത്. മുടി നല്ല സ്മൂത്തായിട്ടുണ്ട് കേട്ടോ, സ്മൂത്ത് ആൻഡ് ഷൈനി എന്ന് പറയുമല്ലോ, അതുപോലെ ആയിട്ടുണ്ട്. നല്ലൊരു സിൽക്കി പോലെ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ടിപ്പ് അറിയുമെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഇതന്നെ യൂസ് ചെയ്യുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ടിപ്പ് യൂസ് ചെയ്താൽ വളരെയധികം നല്ലതാണ് മുടിക്ക്. ഡെയിലി യൂസ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല, ആഴ്ചയിൽ 2 വട്ടമൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ ടിപ്പ് യൂസ് ചെയ്ത് നോക്കൂ, റിസൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എല്ലാം യൂസ് ചെയ്ത് നോക്കൂ. എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.